ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം എം ജി മോട്ടോഴ്സ് കുറച്ച് കാലമായിട്ട് ഇവിടെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഇ വിസ് അല്ലെങ്കിൽ ഒരു മിഡിൽ സെഗ്മെൻറ്റിലുള്ള ഇ വിസ് നമ്മുടെ വിൻസർ ഇ വി ആയിക്കോട്ടെ കൊമറ്റ് ഇ വി ആയിക്കോട്ടെ ഇതൊക്കെ അത്യാവശ്യം വെക്കുന്നുണ്ട്. പിന്നെ വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ സെറ്റ് സേവ് വെക്കുന്നുണ്ട്. സോ കൂടുതലും ഇലക്ട്രിക് വാഹനങ്ങൾ സ്പേസിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ ജൂലൈ 16 അവർ പുതിയൊരു പ്ലാറ്റ്ഫോം അൺവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിന് മുന്നേയും ജൂലൈ 16 എം ജിയുടെ എന്തെങ്കിലും ഒരു ലോഞ്ച് ഉണ്ടാകും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ അത് മിക്ക ആൾക്കാരും ഗസ് ചെയ്തിരുന്നത് അവരുടെ വൂളിംഗ് സ്റ്റാർലൈറ്റ് ടി വി ബേസ്ഡ് ആയിട്ടുള്ള വണ്ടി അല്ലെങ്കിൽ പി എച്ച് വി ബേസ്ഡ് ആയിട്ടുള്ള വണ്ടി ആയിരിക്കും എന്നായിരുന്നു. പക്ഷെ എന്തായാലും അങ്ങനെയൊന്നല്ല, അവരതിന് പകരം ഒരു പ്ലാറ്റ്ഫോം അഡാപ്റ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് അൺവെയിൽ ചെയ്തിരിക്കുന്നത്. അഡ്വാൻസ് ഡ്രൈവ് ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോം ടെക്നോളജി എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ആൻഡ് ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസ്, അതായത് നമ്മുടെ പ്യുവർ ഇലക്ട്രിക് വണ്ടി ആയിക്കോട്ടെ, പിന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളായിക്കോട്ടെ, നോർമൽ ഹൈബ്രിഡ് വാഹനങ്ങളായിക്കോട്ടെ, സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് വാഹനങ്ങൾ, റേഞ്ച് എക്സ്റ്റൻഡർ ഹൈബ്രിഡ് വാഹനങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള കൺഫിഗറേഷൻസും ഈ ഒരു പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ 4 പവർട്രൻ ഓപ്ഷൻസ് എന്നുള്ള രീതിയിലാണ് എം ജി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതൊരു വളരെ നല്ല കാര്യമാണ്. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അവർക്ക് പല വണ്ടികൾ ഇറക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ഇനീഷ്യലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടാൻ പോകുന്ന ഇവരുടെ വൂളിങ്ങിൻ്റെ സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടി, അല്ലെങ്കിൽ വൂളിങ്ങിൻ്റെ എക്സിയോൺ എന്ന് പറഞ്ഞൊരു വണ്ടി ഇന്തോനേഷ്യയിൽ വരുന്നുണ്ട്. ആ സെയിം സാധനം ഇവിടെ കുറച്ച് കാലമായിട്ട് ടെസ്റ്റിങ്ങിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ വണ്ടിയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ളൊരു റൂമർ ഉണ്ടായിരുന്നു. ആൻഡ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലുള്ള ഈ വണ്ടികളെല്ലാം 2026-27 ഇവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ വാഹനം 2026 അവസാനത്തോടു കൂടി വരും എന്നും ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഓട്ടോക്കാരൻ്റെ പറഞ്ഞതനുസരിച്ച് ഓഗസ്റ്റിൽ ഒരു വണ്ടിയുടെ റിവീൽ ഉണ്ടാകും എന്നുള്ളതുണ്ടായിരുന്നു. അത് എനിക്ക് അറിയില്ല. എന്തായാലും ഈ വർഷം അവസാനത്തോടു കൂടി നമുക്ക് ആദ്യത്തെ വാഹനം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അതിനുശേഷം പതുക്കെ ആയിട്ട് അവർ നമ്മുടെ ബാക്കിയുള്ള വേരിയൻസും ഇറക്കുന്നതായിരിക്കും. ഇപ്പോൾ അവർക്ക് ജസ്റ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാണല്ലോ ഉള്ളത്. സോ ഇതൊക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു റിഫ്രഷ്ഡ് പോർട്ട്ഫോളിയോ ആയിരിക്കും വരുന്നത്. ആൻഡ് ഈ വണ്ടിയുടെ പേര്, അതായത് നമുക്ക് വരാൻ പോകുന്ന ഈ വാഹനത്തിൻ്റെ പേര് ഹെക്ടർ ഹോക്ക് എന്നായിരിക്കും എന്നുള്ള റൂമർ ഉണ്ടായിരുന്നു. അത് ഒഫീഷ്യലി കൺഫേംഡ് അല്ല, അവർ വരെ ടീച്ചേഴ്സ് ഒന്നും ഇറക്കിയിട്ടുമില്ല. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേൾക്കുന്നത്. എന്തായാലും ഇതാണ് നമ്മുടെ വൂളിംഗ് എക്സിയോൺ അഥവാ നമ്മുടെ സ്റ്റാർലൈറ്റ് ടി വി എന്ന് പറഞ്ഞ വാഹനം. ഇത് വൂളിംഗ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ കാണുന്ന മറ്റേ വിൻസർ ഇ വി വൂളിങ്ങിൻ്റെ ക്ലൗഡ് ഇ വി ആണ്. കോമറ്റ് ഇ വി വൂളിങ്ങിൻ്റെ മറ്റേ എയർ ഇ വി എന്ന് പറഞ്ഞ വണ്ടിയാണ്. സോ ഇതെല്ലാം വൂളിങ്ങിൻ്റെ വാഹനങ്ങളാണ്. എൻ്റെ ഇവിടെ അത്യാവശ്യം ക്ലിക്കാവുന്ന വൂളിങ്ങിൻ്റെ വണ്ടികൾ തന്നെയാണ്. അതുകൊണ്ടായിരിക്കും അവർ ഇപ്രാവശ്യം നമുക്ക് വൂളിംഗ് തന്നെ മതി എന്ന് പറഞ്ഞ് അവരുടെ സ്റ്റാർലൈറ്റ് ടി വി ഇറക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡിസൈൻ വൈസ് എടുക്കാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഡിസൈൻ കിട്ടുന്നുണ്ട്. ഇ വി സ്പെക്ക് പോലത്തെ അങ്ങനത്തെ ഒരു ഡിസൈൻ അല്ല, ഫുള്ളി കവേർഡ് അല്ല. പക്ഷേ കവേർഡ് ആയിട്ടുള്ള വണ്ടികൾ വേറെ ഉണ്ട്. ഇത് ഹൈബ്രിഡ് ആണ്. സോ അതിനകത്ത് നമുക്ക് ഫ്രണ്ട് ഗ്രില്ലുണ്ട്. ഇ വി ആണെങ്കിൽ അവിടെ അതിന് വേറെ ഒരു ബ്ലാക്ക് എലമെൻ്റ് ആയിരിക്കും. പക്ഷേ എന്നാലും പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു പ്യുവർ ഇ വി ആണ്, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഇ വി സെൻട്രിക് ഡിസൈൻ അതിനകത്ത് വരുന്നില്ല. പിന്നെ സൈസ് ആണെങ്കിലും അത്യാവശ്യമുണ്ട്. അതായത് നമുക്ക് 4.7 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്, അതുപോലെ 1.85 മീറ്റേഴ്സ് വിഡ്ത്ത് ഉണ്ട്, 1.7 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്. സോ ഒരു രീതിയിലും അത്ര ചെറിയ വണ്ടിയൊന്നും അല്ല. ഇതിൻ്റെ ഡയറക്റ്റ് ഡ്രൈവിൽ വരുന്നത് ഇപ്പോൾ പ്യുവർ ഇലക്ട്രിക് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ XCV9S ആയിട്ടായിരിക്കും ഇതിൻ്റെ കോമ്പറ്റീഷൻ വരുന്നത്. കാരണം ഈ വണ്ടിയും 7 സീറ്റർ ആണ്. ഇനിയിപ്പോൾ ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹീന്ദ്രയുടെ തന്നെ XUV7XOയും പിന്നെ സഫാരി അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിട്ടായിരിക്കും ഇതിൻ്റെ കോമ്പറ്റീഷൻ വരുന്നത്. ഈവൻ ദോ നമ്മൾ പറഞ്ഞ സഫാരിയോ 7XO ഇതൊന്നും ഹൈബ്രിഡ് അല്ല. ഇത് ഇതിനകത്ത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ് ഇപ്പോൾ ഇത് വരാൻ പോകുന്നത്. സോ അത് നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ നിന്ന് വേറെ ഒരു വണ്ടികളിലും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു സൈസ് കൊണ്ടും പിന്നെ പെട്രോൾ എഞ്ചിൻ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈ പറഞ്ഞ 2 വണ്ടികളാണ്. ഇലക്ട്രിക് വേർഷൻ പിന്നെ ഈ വണ്ടിയിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. സോ മറ്റേ റിയർ വീൽ ഡ്രൈവ് ആണ് എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഷൈനുവിൻ്റെ ജസ്റ്റ് ഇൻറ്റീരിയേഴ്സും കൂടെ നോക്കിയേക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്, സ്റ്റിയറിംഗ് വീൽ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു യൂണിറ്റാണ്. വിൻസർ വീലൊക്കെ നമ്മൾ കാണുന്നതാണ്. കളർ കോമ്പിനേഷൻ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഡാഷ്ബോർഡിലൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ഡോർ പാഡ്സിന് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ക്യാബിൻ അത്യാവശ്യം നല്ല വൈഡാണ്. സീറ്റ്സും കാര്യങ്ങളൊക്കെ നല്ലതാണ്. നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, പാനോറമിക് സൺറൂഫ്, പവർ ടെയിൽ ഗേറ്റ്, 12.8 ഇഞ്ചസിന് ടച്ച് സ്ക്രീൻ ആയിക്കോട്ടെ, പിന്നെ ഒരു ഡിജിറ്റൽ ഇൻസ്റ്റോൺ ലിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ എം ജി ഇവിടെ ഇറക്കുമ്പോഴേക്കും നമുക്ക് ഇന്ത്യക്ക് വേണ്ട കുറച്ച് സ്പെസിഫിക് ഫീച്ചേഴ്സും കൂടെ വെച്ചിട്ട് ഇറക്കുള്ളൂ. സോ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫീച്ചേഴ്സ് ഇത്രയൊക്കെയാണ് കിട്ടുന്നത് ഈ വണ്ടി. പിന്നെ പുറത്ത് 5 സീറ്റർ 7 സീറ്റർ 2 കൺഫിഗറേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തോരം കൺഫിഗറേഷനിൽ ഈ വണ്ടി കിട്ടും എന്നുള്ളതൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ 7 സീറ്റർ ആണെങ്കിൽ പോലും ഇത്ര ലെങ്ത് ഉള്ള വണ്ടി ആയതുകൊണ്ട് അങ്ങനെ സ്പേസിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം സ്പേസ് ഉള്ള മോഡൽസ് തന്നെയാണ്. ഹെക്ടറിന് അത്രയൊക്കെ സ്പേസ് എന്തായാലും ഉണ്ടാവും. സോ അതാണ് അതിൻ്റെ കാര്യം. നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ബാക്കി സ്പെക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം പ്യുവർ ഇ വിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ XCV9S എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് 59 kWh 70 kWh മിഡിൽ വേരിയൻ്റ് ഉണ്ട്. പിന്നെ 79 kWh ബാറ്ററി പാക്ക് എന്നൊക്കെയാണ് കിട്ടുന്നത്. ഇനി ഈ വണ്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് 69.8 kWh അടുത്ത സൈസ് വരുന്ന ഒരൊറ്റ ബാറ്ററി പാക്ക് മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മുടെ XCV9Sൻ്റെ കറക്റ്റ് 70 kWh ഒരു കോമ്പറ്റീഷൻ പോലെയാണ്. പിന്നെ പവർ ഫിഗേഴ്സ് ഒക്കെ ആണെങ്കിലും ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ടും സ്റ്റിൽ നമുക്ക് 201 bhpയും അതുപോലെ 310 Nm ടോർക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള പവറാണ്. പക്ഷേ XCV9S ആണെങ്കിൽ
റിയർ വീൽ ഡ്രൈവ് ആണ് എന്നുള്ളൊരു ഗുണം വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞ 245 ഹോഴ്സ് പവർ 380 Nm ടോർക്കും ഇതിൻ്റെ 70 kW മോഡൽ കിട്ടുന്നുണ്ട്. 79 kW എടുക്കുകയാണെങ്കിൽ 286 ഹോഴ്സ് പവർ ആകും. സോ പവർ ഇത്തിരി കൂടെ കൂടും. എന്തായാലും അതൊക്കെ നിങ്ങളുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ പ്യുവർ EVയുടെ കേസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസിങ് ആണെങ്കിലും അവർ ഏകദേശം നമ്മുടെ 9S അതായത് XEV 9Sൻ്റെ 70 kW പ്രൈസ്, അതായത് 26 lakhs അടുത്താണ് എക്സ്ഷോറും വരുന്നത്. സോ ഈ വണ്ടിയുടെ ഇലക്ട്രിക്കിൻ്റെ പ്രൈസും ഒരു 20 to 25 lakhs ഇടയിലൊക്കെ ആയിട്ട് വെക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡയറക്റ്റ് റൈവലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് പ്ലഗ് ഇൻ ഹൈബ്രിഡിൻ്റെ സ്പെക്ക് എടുക്കാം. അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമുക്ക് പൊതുവേ ഈ ഒരു 20 to 25 അല്ലെങ്കിൽ 30 lakhs ഇടയിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വണ്ടികളൊന്നും വരുന്നില്ല. ഇൻഫാക്ട് പ്ലഗ് ഇൻ ഹൈബ്രിഡ് വണ്ടികളെ ഇവിടെ നമുക്കൊരു കോടിക്ക് താഴെയില്ല എന്ന് പറയാം. ഇനിയിപ്പോൾ ആകെപ്പാടെ പറയാൻ പറ്റുന്ന നമ്മുടെ JSW ഗ്രൂപ്പിൻ്റെ പുതിയ 1-2 വണ്ടികൾ വരുന്നുണ്ട്. അതൊക്കെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണെന്ന് കേൾക്കുന്നു. അതായത് ജെറ്റോർ T2 ബേസ്ഡ് ആയിട്ടുള്ള വണ്ടി പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ജേക്കോ J5ഉം അതുപോലെ നമ്മുടെ ഐക്കാർ V27 എന്ന് പറഞ്ഞൊരു വണ്ടി, ഇത് രണ്ടും ഇലക്ട്രിക് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ചിലപ്പം ജേക്കോ J5 PHEV അല്ലെങ്കിൽ ഹൈബ്രിഡ് വരും എന്നും പറയുന്നുണ്ട്. എന്തായാലും ജെറ്റോർ T2 PHEV ആണ്. അതാണ് നമുക്കൊരു 50 അല്ലെങ്കിൽ 40 lakhs ഇടയിൽ ഇനി വരാൻ പോകുന്നൊരു PHEV. പക്ഷേ ഈ വണ്ടി വരികയാണെങ്കിൽ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ മാറും. ഇതിൻ്റെ അകത്ത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പ്രൈസ് പോയിന്റിൽ. കാരണം നമുക്ക് നല്ല മൈലേജ് കിട്ടും. ഏകദേശം ഒരു 1000 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ ആയിട്ടാണ് അവർ ഇതിൻ്റെ അകത്ത് ക്ലെയിം ചെയ്യുന്ന മാക്സിമം റേഞ്ച്. കാരണം നമുക്കൊരു 1.5 ലിറ്റർ അറ്റ്കിൻസൺ സൈക്കിളിൽ റൺ ചെയ്യുന്ന നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോസിലിൻ്റെ പെട്രോൾ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. എഞ്ചിന് മാത്രമായിട്ട് വലിയ പവറൊന്നുമില്ല, 105 bhp 130 Nm ടോർക്കും ഉള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ നമുക്കൊരു 195 PS പവറും പിന്നെ അറൗണ്ട് 230 സംതിങ് Nm ടോർക്കും വരുന്ന ഒരു ഇലക്ട്രിക് മോട്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം അത്യാവശ്യം നല്ല പവർ കിട്ടും. പിന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 20.5 kWh ബാറ്ററി പാക്കാണ് ഇതിനകത്ത് വരുന്നത്. സാധാരണ ഇപ്പോൾ സെൽഫ് ചാർജിങ് ഹൈബ്രിഡ്, ഇപ്പോൾ നമ്മുടെ ഹൈ റൈഡർ അങ്ങനത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ 0.78 kWh ബാറ്ററി പാക്ക് ആയിരുന്നു. ഇപ്പോൾ 0.6 kWh ബാറ്ററി പാക്കാണ് ഉപയോഗിക്കുന്നത്. പോട്ടെ, നമ്മുടെ ഡസ്റ്റർ ഹൈബ്രിഡ് ആണെങ്കിൽ 1.8 kWh ബാറ്ററി പാക്കാണ് ഉപയോഗിക്കുന്നത്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന നമ്മുടെ 20.5 എന്ന് പറയുമ്പോൾ എത്ര സൈസിൻ്റെ വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ആൻഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് പോലെയല്ല, നമ്മൾ കൊണ്ട് കുത്തിയിടണം എന്നാൽ മാത്രമേ ഈ ബാറ്ററി ഫുള്ളി ചാർജ് ആവുള്ളൂ. അല്ലെങ്കിൽ എഞ്ചിന് തന്നെ ചാർജ് ചെയ്യാനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത്രയും വലിയ ബാറ്ററി ആയതുകൊണ്ട് എഞ്ചിൻ ഒറ്റയ്ക്കെടുത്ത് പണിയെടുത്ത് കഴിഞ്ഞാൽ ചാർജ് ആയി തീരില്ല. അതുകൊണ്ട് മാക്സിമം റേഞ്ചും മാക്സിമം ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എപ്പോഴും ഈ ഒരു ബാറ്ററി മാക്സിമം ചാർജ് ആക്കി വെക്കാൻ തന്നെ ശ്രമിക്കണം. ഇങ്ങനെ ഓടിക്കുമ്പോഴാണ്, അതായത് നമ്മൾ ചാർജ് ചെയ്ത് പ്രോപ്പറായിട്ട് ഓടിക്കുകയാണെങ്കിലാണ് ഈ പറഞ്ഞ 1000 കിലോമീറ്റേഴ്സ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്യുവർ EV മോഡിൽ തന്നെ ഓടാം, സിറ്റി ഡ്രൈവിംഗ് ആണ് കൂടുതൽ, അധികം എഞ്ചിൻ ആവേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 125 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ജസ്റ്റ് EV ഓൺലി മോഡിൽ ഓടിക്കാൻ പറ്റും എന്നവർ ക്ലെയിം ചെയ്യുന്നു. ആ ക്ലെയിം പോട്ടെ, ഒരു 80 കിലോമീറ്റേഴ്സിന് മുകളിലൊക്കെ ആയിട്ട് പ്യുവർ EV മോഡിൽ ഓടിക്കാൻ പറ്റുമെങ്കിൽ തന്നെ ധാരാളമാണ് ജസ്റ്റ് സിറ്റി കമ്മ്യൂട്ടിങ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ. കാരണം അവിടെ പ്രത്യേകിച്ച് വലിയ ചിലവൊന്നും വരുന്നില്ല, നമ്മൾ ജസ്റ്റ് ചാർജ് ചെയ്താൽ മാത്രം മതി. ഇവരുടെ ഈ സ്ട്രാറ്റജി ആക്ച്വലി കൊള്ളാം. കാരണം നമുക്ക് ഓൾറെഡി അറിയാം സെഗ്മെൻറ്റിൽ PHEVs ഒന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനൊരു റേഞ്ച് എക്സ്റ്റൻഡർ വണ്ടി, അതും MGയുടെ ബ്രാൻഡ് എന്ന് പറയുമ്പം പൊതുവെ ആൾക്കാർക്ക് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിൽ MGയുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. വിൻസർ EV ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കുന്നുണ്ടല്ലോ. ഇൻഫാക്ട് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് ഇലക്ട്രിക് വണ്ടി വിൻസർ EV ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇലക്ട്രിക്കോ പ്ലഗ് ഇൻ ഹൈബ്രിഡോ എന്ത് വന്നാലും ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇവരുടെ പ്യുവർ പെട്രോൾ ഡീസലൊക്കെ അത്ര വലിയ സെയിലില്ലാത്ത വണ്ടികളുമാണ്. എന്തായാലും ഹെക്ടർ ഹോക്ക് എന്ന് പറഞ്ഞ പേരിൽ വന്നാൽ എന്താണെന്നുള്ള നമ്മൾ കണ്ടറിയേണ്ടി വരും. ഇതിൽ നമുക്ക് ആദ്യം കിട്ടാൻ പോകുന്ന ഇതിൻ്റെ പ്യുവർ ഇലക്ട്രിക് മോഡലായിരിക്കും. അതിനുശേഷം 2027 സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോഴായിരിക്കും ഇതിൻ്റെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡൽ ലോഞ്ച് ആവുന്നത്. എനിവേ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.